ഗർഭസംഭവം. അവൻ ദൈവപുത്രനും കന്യകയിൽ നിന്ന് പിറന്നവനുമായിരിക്കും. ആരാണ് കന്യകയിൽ നിന്ന് ഭൂമിയിൽ പിറക്കപ്പെട്ട ഏതെങ്കിലും ദേവൻ? കർത്താവായ യേശു. അവൻ യേശയ്യാ പ്രവാചകൻ 700 വർഷം മുമ്പ് അരാമ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഈശപുത്രൻ ക്ഷമാം ഭിത്തി കുമാരി ഗർഭസംഭവം. അവൻ ദൈവപുത്രനും കന്യകയിൽ നിന്ന് പിറന്നവനുമായിരിക്കും. മൂന്നാമത്തെ അടയാളം, അവന്റെ തലയിൽ, ഈ പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റിയിരിക്കണം. കർത്താവായ യേശുവിനെ ഇസ്രായേൽ പുരോഹിതരും നിയമജ്ഞരും ഇസ്രായേൽ പണ്ഡിതരും ചേർന്ന് യേശുവിനെ മരണത്തിന് വിധിച്ചു. യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചവർ എന്തിനാ? യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകനായി ഇസ്രായേൽ വംശത്തിൽ പിറക്കപ്പെട്ടവൻ. അവനെ എന്തിനാണ് സ്വന്തം ജനമായ ഇസ്രായേൽക്കാർ കൊല്ലാൻ തുനിഞ്ഞത്? യേശുക്രിസ്തു ഇസ്രായേൽക്കാർ ഐക്യം കൽപ്പിച്ച സമരക്കാരുമായിട്ട് അവൻ കൂട്ടുകൂടി. പാപി ദൈവത്തിന്റെ ശിക്ഷയ്ക്കർഹനാണെന്ന് കരുതി പാപിയെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ജനം, എന്നാൽ യേശുക്രിസ്തു പാപികളോടൊത്ത് പാപികളുടെ ഭവനത്തിൽ ആതിഥ്യം സ്വീകരിച്ചു. അവൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി തൊട്ട് സുഖപ്പെടുത്തി. വലിയ മനോഭാവമുള്ള, വലിയട്ടൻ മനോഭാവമുള്ള ഇസ്രായേൽ ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ടവരിലേക്കും രോഗികളിലേക്കും സാധാരണക്കാരിലേക്കും ക്രിസ്തു ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇസ്രായേലിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനം യേശുവിനെ അനുഗമിച്ചു. അത് ഇസ്രായേലിലെ അധികാരികളെ ചൊടിപ്പിച്ചു.